കണ്ണൂർ പുഷ്പോത്സവത്തിൽ കാണികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. 1 ലക്ഷത്തിലധികം കാണികൾ പുഷ്പോത്സവ നഗരിയിലെത്തി. കാർഷിക മേഖലയിലേക്ക് പുതുതായി നിരവധി പേരെ എത്തിക്കാൻ കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിക്കായി. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിന് വീടുണ്ടാക്കി നൽകുക എന്ന ലക്ഷ്യത്തിലേക്കും ഈ പുഷ്പോത്സവത്തിലൂടെ സംഘാടകർ അടുത്തു. കാണികളുടെ കണ്ണും മനവും കവർന്ന പുഷ്പോത്സവത്തിലേക്ക് കഴിഞ്ഞ 10 ദിവസം കൊണ്ട് ഒഴുകിയെത്തിയത് 1 ലക്ഷത്തിലധികം പേർ. പൂക്കളുടെയും ചെടികളുടെയും മായാലോകം കണ്ടും ആസ്വദിച്ചും പോകുന്നവരിലേക്ക് കൃഷിയുടെ ചിന്ത കൂടി ജനിപ്പിക്കാൻ കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റിക്ക് കഴിഞ്ഞു. ആയിരക്കണക്കിന് ചെടികളും ഫലവൃക്ഷങ്ങളും വിത്തുകളും ആളുകളിലേക്ക് എത്തി. പുഷ്പോത്സവത്തിന്റെ ലക്ഷ്യം നിറവേറിയെന്ന് ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി സെക്രട്ടറി PV രത്നാകരൻ. നമ്മൾ നടത്തുന്ന പരിപാടികൾ പോലും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കേവലം ഈ ആരാമങ്ങൾ ഒരുക്കുക മാത്രമല്ല, കാർഷിക മേഖലയോട് ആഭിമുഖ്യം ജനിക്കുന്ന രൂപത്തിലുള്ളതാണ് നമ്മൾ നടത്തുന്ന ചർച്ചകൾ, സംവാദങ്ങൾ, പരിപാടികൾ. ഇന്ന് രാവിലെ നിങ്ങൾ നോക്കൂ, കുട്ടി കർഷക സംഗമം എന്നുള്ള പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചു. കാരണം നമ്മുടെ പൊതുവെയുള്ള പരാതി കുട്ടികൾ, യുവാക്കളൊക്കെ കാർഷിക മേഖലയിൽ നിന്ന് അകലുന്നു എന്നുള്ളതാണല്ലോ. വളരെ ആവേശത്തോടെയാണ് ഈ കുട്ടികളെ സ്വീകരിച്ചത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരു കുട ഒരുക്കുകയാണ് അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി ചെയ്തത്. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി ഇവർ ഈ പ്രവർത്തനം നടത്തിവരുന്നുണ്ട്. ചുരുങ്ങിയ നിരക്കിൽ സ്റ്റാളുകൾ അനുവദിച്ചു. അതുകൊണ്ട് തന്നെ നല്ല വിലക്കുറവിലാണ് ചെടികളും തൈകളുമെല്ലാം ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചതും. ഏറ്റവും ചുരുങ്ങിയ ചിലവിലാണ് നമ്മൾ ഇവിടുത്തെ വരുന്ന ആളോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. വളരെ ചുരുങ്ങിയ നിരക്കിലാണ് ഈ ചെടികളും പുഷ്പങ്ങളും അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. കാരണം 400 സ്ക്വയർ ഫീറ്റ് ഈ വലിപ്പമുള്ള 20x20 വലിപ്പമുള്ള സ്റ്റാള് നമ്മൾ കേവലം 24,000 രൂപക്കാണ് അവർക്ക് നൽകുന്നത്. വേറെ കേരളത്തിൽ എവിടെയും ഈ രൂപത്തിൽ കർഷകരെ സഹായിക്കുന്ന സംവിധാനങ്ങളില്ല. നമ്മൾ പൂർണ്ണമായിട്ടും കർഷകരെ സഹായിക്കുക. ഈ രംഗത്ത് പുഷ്പകൃഷി ആയിക്കഴിഞ്ഞാലും ഇതര കൃഷി ആയിക്കഴിഞ്ഞാലും ആ കൃഷി നടത്തുന്ന കർഷകരെ സഹായിക്കുക എന്ന രൂപത്തിലാണ് ഇത്രയും ചുരുങ്ങിയ നിരക്കിൽ അവർക്ക് ഈ സഹായം ചെയ്തു കൊടുക്കുന്നത്. സ്വകാര്യ സംരംഭകരുടേതുപോലെ വലിയ ലാഭമല്ല സൊസൈറ്റിയുടെ ലക്ഷ്യം. സാമൂഹ്യ ഉന്നമനത്തിനായാണ് തുക വിനിയോഗിക്കുന്നത്. ഏറ്റവും നിർധനരായ ഒരു കുടുംബത്തിന് വീട് എന്നതാണ് അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റിയുടെ ലക്ഷ്യം. ഇത്തവണ ആ ലക്ഷ്യം നിറവേറ്റുമെന്നും PV രത്നാകരൻ. നമ്മുടെ ഇതിൻ്റെ 1 രൂപ പോലും നമ്മൾ അനാവശ്യമായി ചെലവഴിക്കുന്നില്ല. പൂർണ്ണമായിട്ടും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ നേരത്തെ തീരുമാനിച്ചതായിരുന്നു, ഇത്തവണ ഈ പുഷ്പോത്സവം കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഈ ഏറ്റവും അതിദരിദ്ര മേഖലയിൽപ്പെട്ടിട്ടുള്ള ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഈ പുഷ്പോത്സവം കഴിഞ്ഞ ഉടനെ തന്നെ അതിനു വേണ്ടിയുള്ള തറക്കല്ലിടാൻ നമുക്ക് കഴിയും. അതിൻ്റെ ഒരു ആവേശം പകരുന്നു കൂടി. കാരണം ഈ പറയുന്ന ജനക്കൂട്ടം എന്ന് പറയുന്നത് അതിന് നമുക്കൊരു കരുത്ത് പകരുന്നു, ഒരു ശക്തി പകരുന്നു എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സർക്കാരിനോട് ഒരു അപേക്ഷയുണ്ട് അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റിക്ക്. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി സാമൂഹ്യ പ്രതിബദ്ധതയോടെ നടത്തുന്ന പുഷ്പോത്സവത്തിന് മൈതാന വാടക ഇനത്തിലെങ്കിലും സൗജന്യം അനുവദിക്കണം. ഈ പോലീസ് മൈതാനം അനുവദിക്കുന്നത് വലിയ വാടക ഈ കമേഴ്ഷ്യൽ കച്ചവടക്കാർ കൊടുക്കുന്ന വാടക നൽകിക്കൊണ്ട് ഏതാണ്ട് 62,000 രൂപയാണ് ഒരു ദിവസത്തേക്ക് വാടക ഇനത്തിൽ നമ്മൾ നൽകേണ്ടി വരുന്നത്. 62,000 രൂപ നൽകി ഇത്തരം പരിപാടികൾ നടത്തുക എന്നുള്ളത് വളരെയേറെ പ്രയാസകരമാണ്. തീർച്ചയായിട്ടും അതിൽ നിന്നൊരു ഇളവ് ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, ഈ സൗജന്യ നിരക്ക് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ഗവൺമെൻറ്റിന് നിവേദനം നൽകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളും ഇത്തവണ വൻതോതിൽ എത്തി. പാഠപുസ്തകത്തിൽ വായിച്ചു പഠിച്ച ഇരപിടിയൻ ചെടിയടക്കം കണ്ടപ്പോൾ കുട്ടികൾക്കും കൗതുകമായി. കുട്ടി കർഷക സംഗമം അടക്കം വൈവിധ്യമാർന്ന പരിപാടികളും ഓരോ ദിവസവും നടത്തി. അക്ഷരാർത്ഥത്തിൽ പുതുതലമുറയിലും കാർഷികാവബോധം വളർത്താൻ പുഷ്പോത്സവ സംഘാടകർക്കായി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.